സഖാവ് മോഹനനെ 13 വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിം ലീഗിൻ്റെ ക്രിമിനൽ സംഘം നിഷ്ഠൂരമായി ആക്രമിച്ച് ആ അക്രമത്തിൽ അതിഭീകരമായി പരിക്കേറ്റ് 13 വർഷക്കാലം മരണത്തോട് മല്ലിട്ടതിന് ശേഷം സഖാവ് മോഹനൻ രക്തസാക്ഷിയാവുകയാണ് ചെയ്തിട്ടുള്ളത്. സഖാവ് മോഹനൻ്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ അധ്യക്ഷൻ ഇന്നലെ ചില കാര്യങ്ങളിവിടെ നിങ്ങളോട് പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ പ്രതികരണം സഖാവ് മോഹന് കടന്നൽ കുത്ത് ഏറ്റിരുന്നുവെന്നും അതിൻ്റെ മേലെ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. കൊന്നിട്ടും അധിക്ഷേപിക്കരുത്. മിതമായ ഭാഷയിൽ ഞാൻ അദ്ദേഹത്തോട് അത്രയേ പറയുന്നു. അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള പ്രസ്താവനയാണ് അദ്ദേഹത്തെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നുണ്ടായിട്ടുണ്ട്. അത്തരമൊരു പ്രസ്താവന ഒരു പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ നടത്താൻ വേണ്ടി പാടില്ലാത്തതായി. പരിക്കേറ്റ മോഹനൻ പല കാര്യങ്ങൾക്കും ചികിത്സ തേടിയിട്ടുണ്ടാവും. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെന്നാണ് പറയുന്നത്. അദ്ദേഹം മരണപ്പെട്ടത് AKG ആശുപത്രിയിൽ വെച്ചാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവം? ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത് 2-3 കാര്യങ്ങളാണ്. 13 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള സംഭവത്തിൽ അതിൻ്റെ പേരിൽ മുസ്ലിം ലീഗിനെ പഴിചാരുകയാണ്. പിന്നെ ആരെയാണ് പഴിചാരേണ്ടത്? എന്തായിരുന്നു അന്നുണ്ടായിരുന്ന സംഭവം? അരിയിൽ മേഖലയിൽ മുസ്ലിം ലീഗ് അല്ലാതെ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്ക് പ്രവർത്തന അനുമതി നൽകാതിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അവിടെയുള്ള സംഘർഷങ്ങളുടെ തുടക്കം എന്തായിരുന്നു? CPMൻ്റെ നിയന്ത്രണത്തിലുള്ള വായനശാല തകർത്തു, അതിന് പച്ച പെയിൻ്റ് അടിച്ചു. അതിനുശേഷം തുടർച്ചയായിട്ടുള്ള അക്രമങ്ങളുണ്ടായി. ആ അക്രമത്തിൻ്റെ ഘട്ടത്തിൽ ഈ സംഭവങ്ങൾ അറിഞ്ഞപ്പോൾ അവിടെ സന്ദർശിക്കാൻ വേണ്ടി പോയതാണല്ലോ സഖാവ് P ജയരാജനും അതോടൊപ്പം അന്നത്തെ കല്യാശ്ശേരി MLA ആയിരുന്ന സഖാവ് TV രാജേഷ്. അവരെയും വെറുതെ വിട്ടില്ലല്ലോ. അവരാരും ആക്രമിക്കാൻ വേണ്ടി പോയവരല്ലല്ലോ. പാർട്ടിയുടെ ഉന്നതരായിട്ടുള്ള നേതാക്കളെ പോലും ആക്രമിക്കുന്ന വിധത്തിലേക്ക് അരിയിൽ മേഖലയിലെ മുസ്ലിം ലീഗ് മാറുകയല്ലേ ചെയ്തത്. ജില്ലയിൽ എല്ലായിടത്തും മുസ്ലിം ലീഗ് അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കില്ല. പക്ഷേ അരിയിൽ മേഖലയിൽ അത്തരമൊരു സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. ഇതൊക്കെയല്ലേ സംഘർഷത്തിൻ്റെ അടിസ്ഥാനം. ഇപ്പൊ അദ്ദേഹം പറഞ്ഞതെന്താ? അവിടെ ഉണ്ടായിട്ടുള്ള സംഘർഷത്തെ തുടർന്ന് സ്വാഭാവികമായുണ്ടായ പ്രതികരണത്തിലാണ് മോഹന് പരിക്ക് പറ്റിയത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം. സ്വാഭാവികമായുണ്ടായ പ്രതികരണം. ഇപ്പോൾ മോഹനെ വെട്ടി നുറുക്കിയത് സ്വാഭാവികമായി ഉണ്ടായ പ്രതികരണമെന്ന കണ്ടുപിടുത്തമാണ് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ അധ്യക്ഷൻ നടത്തിയിട്ടുള്ളത്. എന്തായിരുന്നു ആ സംഭവം?
2012 ഫെബ്രുവരി 21 കാലത്ത് 8:30 വീട്ടിലുണ്ടായിരുന്ന മോഹനൻ. ഓരോ മനുഷ്യരും ചിന്തിക്കുക തൻ്റെ ഏറ്റവും സുരക്ഷിത കേന്ദ്രം വീടാണ് എന്നാണല്ലോ. അവിടെ സംഘർഷം നടക്കുന്ന ഘട്ടമായിരുന്നല്ലോ. ആ സമയത്ത് മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രത്തിൽ CPM-നോട് അനുഭാവമുള്ള ഒരു കുടുംബം, ആ കുടുംബത്തിൽപ്പെട്ട മോഹനൻ എന്തുകൊണ്ടാണ് ആ വീട്ടിൽ തന്നെ നിന്നത്? മോഹനൻ ചിന്തിച്ചു, എന്നെ ആക്രമിക്കേണ്ട കാര്യമില്ല, ഈ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു വിധത്തിലും ആക്രമിക്കപ്പെടേണ്ട ഒരാളല്ല. അവിടെ നാട്ടുകാർക്ക് മുഴുവൻ അറിയുന്ന ആളാണ് മോഹനൻ. കാർപ്പൻ്റർ ജോലി ചെയ്യുന്ന ആളാണ് മോഹനൻ. ഇവരുടെ എല്ലാം വീടുകളിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ് മോഹനൻ. പാർട്ടിയുടെ ഒരു അനുഭാവി എന്നതിനപ്പുറം എന്തെങ്കിലും ഒരു പാർട്ടി പ്രവർത്തനത്തിന് പോലും ആ നിലയിൽ പങ്കെടുക്കുന്ന ഒരാളായിരുന്നില്ല മോഹനൻ. ഒരു സാധാരണ പാർട്ടിയുടെ അനുഭാവി. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ പേര് പറഞ്ഞ് തന്നെ ആക്രമിക്കുമെന്ന് മോഹനൻ കരുതുന്നേയില്ല. അതുകൊണ്ടാണ് ആ വീട്ടിലുണ്ടായിരുന്ന മോഹനൻ. സ്വാഭാവികമായ സംഘർഷം എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ ജില്ലാ അധ്യക്ഷൻ പറയുക, മോഹനൻ ഏതെങ്കിലും സംഘർഷത്തിൽ പെട്ട ഒരാളാണോ? ആർക്കെങ്കിലും എതിരായിട്ട് ശബ്ദമുയർത്തി സംസാരിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നോ? ആരെങ്കിലും ഉപദ്രവിക്കാൻ വേണ്ടി പോയ ഒരു മനുഷ്യനായിരുന്നോ? വീട്ടിൽ നിന്ന് കാലത്ത് ഈ മനുഷ്യനെ ഭീകരമായി ആക്രമിച്ച് പിടിച്ചിറക്കി തൊട്ടടുത്ത് വീടിൻ്റെ പരിസരത്ത് ഞങ്ങൾ കണ്ടതാണല്ലോ ആ സ്ഥലങ്ങളൊക്കെ. കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി അവിടെ വെച്ചും ഭീകരമായി വെട്ടി, എന്നിട്ട് മരിച്ചു എന്ന് കരുതി ഉപേക്ഷിച്ചതാണ്. ഈ വിവരമറിഞ്ഞ് മോഹനെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വരുന്ന സമയത്ത് അവരെയും തടഞ്ഞു, അവരെയും ആക്രമിച്ചു. സ്കൂളിൽ പഠിക്കുന്ന കുട്ടി അച്ഛനെ ആക്രമിക്കുന്ന കണ്ടപ്പോൾ തടയാൻ വേണ്ടി ചെന്നു. കുട്ടിക്ക് അത്രേ കഴിയൂ. ആ കുഞ്ഞിനെയും ഇരുമ്പ് കണ്ടുകൊണ്ട് അടിച്ചു. അതായിരുന്നില്ല അന്നത്തെ സംഭവം. മോഹൻ എന്ത് കുറ്റം ചെയ്തിട്ട? എത്ര ഭീകരമായ പരിക്കാണ് മോഹനെ ഏൽപ്പിച്ചത്. എന്നിട്ടാണ് ഇവിടെ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് പറയുന്നത് സ്വാഭാവികമായ പ്രതികരണം. സംഘർഷത്തിലുണ്ടായിട്ടുള്ള പരിക്ക്. എന്ത് സംഘർഷ? വീട്ടിലിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ മാത്രമുള്ള ഒരു കേന്ദ്രത്തിൽ, ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട് ഒരു CPM-ന്റെ അനുഭാവിയുള്ളൊരു വീട്, ആ വീട്ടിൽ കയറി അക്രമം നടത്തിയ സംഭവം നിങ്ങൾ നോക്കൂ. അന്നത്തെ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സിച്ച ഘട്ടത്തിൽ അവിടെ നിന്നുള്ള വൂണ്ട് സർട്ടിഫിക്കറ്റ് നിങ്ങളൊന്ന് പരിശോധിക്കണം. 13 ഭീകരമായ മാരകമായ പരിക്കാണ് മോഹന്റെ ശരീരത്തിലേറ്റിരുന്നത്. അതിൽ 4 പരിക്ക് തലക്കായിരുന്നു. തലയോട്ടി കുത്തിപ്പിളർന്ന് 4 സ്ഥലത്ത് ഭീകരമായ പരിക്ക്. ഒരു ശരീരത്തിന്റെ തലയുടെ ഒരു ഭാഗത്ത് തലയോട്ടിയില്ല, തകർന്നുപോയി. തലച്ചോറ് പുറത്തു വന്നു. എന്നിട്ടാണ് അടിയന്തര ശസ്ത്രക്രിയ നടത്തിയത്. അതും മണിക്കൂറുകൾക്ക് ശേഷം. മോഹനെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി അനുവദിച്ചില്ല. എന്നിട്ട് അവസാനം മറ്റു ചില വഴിയിലൂടെ 2 മണിക്കൂറുകൾ അവിടെ തിരഞ്ഞ് 2 മണിക്കൂറോളം കഴിഞ്ഞ് ആളെ കണ്ടുപിടിച്ച് എന്നിട്ട് ചുമന്നെടുത്തിട്ടാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അങ്ങോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. എന്നിട്ട് അവിടെയുള്ള വൂണ്ട് സർട്ടിഫിക്കറ്റ് പറയാണ് 4 പരിക്കുകൾ 4 സ്ഥലത്തായിട്ട് തലയോട്ടി തകർന്ന് പോയിരിക്കുന്നു. എന്നിട്ട് ആ തലയോട്ടി മുഴുവൻ നീക്കം ചെയ്തു. സെറിബ്രൽ സർജറി ചെയ്തു. ഡാമേജ് ഉണ്ടായിട്ടുള്ള ഭാഗങ്ങൾ എടുത്ത് മാറ്റി.
ആവശ്യമുള്ള സർജറി നടത്തി. മാസങ്ങളോളം തുടർച്ചയായിട്ടുള്ള ചികിത്സ. എന്നിട്ട് ഏതാണ്ട് ഒരു 10 മാസം കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. തലയിൽ മാത്രമല്ല, മേലാസകലം കൊണ്ട് ഇങ്ങനെ ഭരിക്കും. ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഘട്ടത്തിൽ തലയുടെ ഒരു ഭാഗം വലിയ കുഴിയാണ് മോഹൻ്റെ. അതായിരുന്നു സ്ഥിതി. എന്നിട്ടാണ് അടുത്ത സർജറി. അങ്ങനെയാണ് കൃത്രിമ തലയോട്ടി, ടൈറ്റാനിയം മെഷ് തലച്ചോറിന് മീതെ വെച്ച് പിടിപ്പിക്കുന്നത് സർജറി ചെയ്തിട്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കോംപ്ലിക്കേഷൻ, തുടർച്ചയായിട്ടുള്ള ചികിത്സ. കഴിഞ്ഞ 13 വർഷമായിട്ട് തുടർച്ചയായിട്ടുള്ള ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മോഹനൻ. എന്താ മോഹൻ്റെ തലയോട് പിളർന്നത്? കടന്നലൂത്തിറ്റ. മോഹനന്റെ തലയോട്ടി കടന്നലാണോ അടിച്ചു പൊട്ടിച്ചത്? ഇങ്ങനെ അധിക്ഷേപിക്കാൻ വേണ്ടി പാടില്ല. കഴിഞ്ഞ 13 വർഷക്കാലമായിട്ട് മരണത്തോട് മല്ലിട്ട് ജീവിക്കുകയായിരുന്നു മോഹനൻ. അദ്ദേഹത്തിന്റെ ഓർമ്മ വീണ്ടു കിട്ടിയിട്ടില്ല. കടന്നലല്ല ആര് വന്ന് കുത്തിയാലും മോഹനൊന്നും അറിയില്ല. അതായിരുന്നു അവസ്ഥ 13 വർഷക്കാലം തുടർച്ചയായി. ഇടക്ക് മാത്രമാണ് തൻ്റെ മക്കളെ തിരിച്ചറിയുക. സംസാരശേഷി പോയി, നടക്കാൻ കഴിയാത്ത സ്ഥിതി, ബെഡ് റിഡനായി കിടക്കുകയാണ് 13 വർഷം. അതാ മോഹനൻ. ആ മോഹനെ കുറിച്ചാണ് ഇങ്ങനൊരു അധിക്ഷേപം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ അധ്യക്ഷൻ അല്പമെങ്കിലും മാനവികത മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹം നടത്തിയ ആ പ്രസ്താവന പിൻവലിക്കാൻ വേണ്ടി തയ്യാറാവണം. അദ്ദേഹം പറയുന്നത് 13 വർഷം മുമ്പുള്ള ഒരു കാര്യം സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞിട്ട് സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് സഹായകരാവുക. ഞങ്ങൾ ആരോടും എല്ലാവരോടും പറയുകയാണ്, ഒരു സംഘർഷം ഉണ്ടാകാൻ പാടില്ല. 13 വർഷം മുമ്പുണ്ടായിട്ടുള്ള സംഭവം നാടറിയണ്ടേ? നിങ്ങൾ ചെയ്തതല്ലേ? അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുസ്ലിം ലീഗിനല്ലേ? ആ മുസ്ലിം ലീഗിൻ്റെ ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർക്ക് പിന്മാറാൻ വേണ്ടി, ഒഴിഞ്ഞു മാറാൻ വേണ്ടി കഴിയുന്നതാണോ?